എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മൊഹാലിയിലെ AS ബിന്ദ്ര പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ 6 വിക്കറ്റിന് ജയിച്ച് അഫ്ഗാനിസ്ഥാനെതിരായ T20 പരമ്പരയ്ക്ക് അവിസ്മരണീയമായ തുടക്കം കുറിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. ആദ്യ മത്സരം വിജയിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇൻഡോറിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിന് ഇന്ത്യ ഇറങ്ങുക. ഇംഗ്ലണ്ടിനെതിരായ 2022 T20 ലോകകപ്പ് സെമിഫൈനലിന് ശേഷം രോഹിത് ശർമ്മയുടെ T20കളിലേക്കുള്ള തിരിച്ചുവരവായിരുന്നു കഴിഞ്ഞ മത്സരം. എന്നാൽ വ്യക്തിപരമായ കാരണങ്ങളാൽ വിരാട് കോഹ്ലി കഴിഞ്ഞ മത്സരത്തിൽ പങ്കെടുത്തില്ല. എന്നാൽ ഞായറാഴ്ച നടക്കുന്ന രണ്ടാം T20യിൽ അദ്ദേഹം തിരിച്ചെത്തും. അതുപോലെ തന്നെ കഴിഞ്ഞ മത്സരത്തിൽ BCCI ഒഴിവാക്കിയ മലയാളി താരം സഞ്ജുവും ഈ മത്സരത്തിൽ തിരിച്ചെത്തുന്നുണ്ട്. ഇനി അഫ്ഗാനിസ്ഥാനുമായുള്ള രണ്ടാം T20 മത്സരത്തിനുള്ള ഇന്ത്യയുടെ പ്ലേയിങ് 11 നമുക്ക് പരിശോധിക്കാം. ഓപ്പണിംഗിൽ രോഹിത്, ഗിൽ സഖ്യം തന്നെയാകും ഇറങ്ങുക. കാരണം പരിശീലനത്തിനിടെ പരിക്കേറ്റ ജയ്സ്വാൾ ഇപ്പോഴും വിശ്രമത്തിലാണ്. മത്സരസമയത്ത് താരം സുഖം പ്രാപിച്ചാൽ ഒരുപക്ഷേ ഗില്ലിന് പകരം ജയ്സ്വാൾ ഇറങ്ങാനും സാധ്യതയുണ്ട്. മൂന്നാമതായി വിരാട് കോഹ്ലി തിരിച്ചെത്തും. നാലാമതായി കീപ്പർ ബാറ്റ്സ്മാനായി സഞ്ജു സാംസൺ ഇറങ്ങും. അഞ്ചാമതായി റിങ്കു സിംഗ് എത്തുമ്പോൾ ആറാമതായി ഓൾറൗണ്ടർ ശിവം ദുബെ എത്തും. ബൗളിംഗിൽ 3 സ്പിന്നർമാരായി അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ് എന്നിവരും പേസർമാരായി അർഷദീപ് സിംഗ്, മുകേഷ് കുമാർ എന്നിവരും ഉണ്ടാകും. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതേ ഫോമിൽ തന്നെ തുടർന്നാൽ ഇന്ത്യക്ക് അനായാസം അടുത്ത മത്സരങ്ങളും വിജയിക്കാൻ കഴിയും. അതുപോലെ മലയാളി ആരാധകർ കാത്തിരിക്കുന്നത് സഞ്ജുവിന്റെ മിന്നും പ്രകടനത്തിനായാണ്. അത് എന്തായാലും താരത്തിന് ഈ മത്സരത്തിൽ കാഴ്ചവെക്കാൻ സാധിക്കും എന്ന് ഉറപ്പാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.